ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അവരോട് ഒന്നുകൂടി ഒന്ന് സംസാരിക്കട്ടെ സാറേ. കുറച്ചുകൂടെ താത്തി പിടിക്കാൻ പറ്റുമോ നോക്കാം. ഈ കുട്ടി പറഞ്ഞുകൊണ്ട് മാത്രം. കണ്ണു അടച്ച് വാങ്ങിച്ചോ സാറേ. നല്ല വളക്കൂറുള്ള മണ്ണ സാറേ. ആ മലയടി വരത്ത് എന്ത് കൃഷി ചെയ്താലും സാറിന് നല്ല ലാഭമേ ഉണ്ടാവുള്ളൂ. ഇതിനപ്പുറവും കൃഷി തന്നെ അല്ലേ? അതെ അതെ. കുറച്ചങ്ങോട്ട് മാറിയാൽ മഞ്ഞുമലയും പട്ടുമലയും എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയും കൃഷി തന്നെ. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ആ മഞ്ഞുമലയിലും പട്ടുമലയിലും മണ്ണിനടിയിൽ സ്വർണ്ണം ഉണ്ടെന്നാ പറയുന്നേ. തനി തങ്കം. ഞാൻ നാട്ടില് വേറൊരു വഴിക്കറിഞ്ഞ ന്യൂസാണിത്. സാറിന് നോട്ടമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. അയ്യോ, എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട, കൃഷി മതി. റബ്ബറോ ഏലോ അങ്ങനെ എന്തെങ്കിലും ആയ വളരെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന സ്ഥലം തന്നെ മതി. ധൈര്യമായിട്ട് കൃഷി ഇറക്കാം സാർ. ഞാൻ വെറുതെ പറയുന്നതാണെന്ന് കരുതരുത്. നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായത്. അത്രയ്ക്കും ഫലഭൂഷ്ടി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവരിത് വിൽക്കുന്നേ? അത് അവരൊക്കെ വിറ്റുപറക്കേ കിഴക്കമ്മലേക്ക് പോവുക. അതുകൊണ്ട് മാത്രം വിൽക്കുന്നതാ. സാറിന് താല്പര്യമാണെങ്കിൽ നമുക്ക് അങ്ങ് ഉറപ്പിക്കാം. അങ്ങനെ ഉറപ്പിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന വില അല്പം കൂടുതലാ. കുറച്ച് കുറയ്ക്കേ. ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ സ്ഥലം വാങ്ങിയിട്ടുള്ളവരാ. അതുകൊണ്ട് വിലയൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ഇപ്പൊ പറഞ്ഞതിന്റെ പകുതി വിലക്കാണെങ്കിൽ ഇത് ഞങ്ങൾ വാങ്ങും. അല്ലെങ്കിൽ വേറെ ആളെ നോക്ക്. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ് ഒന്ന് വരൂ പ്ലീസ്. ആ കൊച്ച് ആരാ സാറേ? ഞങ്ങളുടെ മോളും മോനുവാ. അതെ, എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ സ്ഥല കച്ചവടത്തെ കുറിച്ചൊക്കെ അറിയൂ. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കണം. പറഞ്ഞതിന്റെ പകുതി വിലയ്ക്ക് വില പേശാൻ ഇത് ചന്തയല്ല. വാ തുറക്കരുത് പ്ലീസ്. വാ. ഒന്ന് നിന്നേ. എന്റെ മുതുമുത്തശ്ശൻ, അതായത് മൈ ഗ്രാൻഡ് 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 ഫാദർ, വൺ മിസ്റ്റർ ദിവാകര പണിക്കർ, പുള്ളിയൊരു റിയൽ എസ്റ്റേറ്റുകാരനായിരുന്നു. ആ പാരമ്പര്യം എനിക്കും കിട്ടിയിട്ടുണ്ട്. 10 ഗുണം 10 ഗുണം. അതെ, ഇവന്മാരൊക്കെ ബ്രോക്കർമാരാ. കമ്മീഷന്റെ മേൽ കമ്മീഷനാ. നമ്മൾ വില കുറച്ച് പറഞ്ഞാലും അവന്മാര് വന്ന പാർട്ടിയെ വിടൂല. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? മനസ്സിലാവാത്തത് മനസ്സിലായെന്ന് പറഞ്ഞ മനസ്സിലായതും കൂടെ മനസ്സിലാവാതെ പോവും. ഇത് ഞാനെന്ന് പറഞ്ഞ ഡയലോഗല്ലേ? അതിന് നടക്ക്. സ്ഥലം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ വിലക്കാണെങ്കിൽ ഓക്കെ. ബാക്കി പിന്നാലെ അറിയിക്കാം. ഞാൻ അവരോട് ഒന്നുകൂടി ഒന്ന് സംസാരിക്കട്ടെ സാറേ. കുറച്ചുകൂടെ താത്തി പിടിക്കാൻ പറ്റുമോ നോക്കാം. ഈ കുട്ടി പറഞ്ഞുകൊണ്ട് മാത്രം. അല്ല, സാറും കുടുംബം തിരിച്ചു പോവോ? അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ടൊന്ന് നേരിട്ട് സംസാരിക്കാം. അല്ല, അതൊക്കെ വിഷ്ണു തന്നെ സംസാരിച്ച് ഉറപ്പിച്ചാൽ മതി. എന്നിട്ട് ഞങ്ങളെ അറിയിക്കേ. അപ്പൊ ഞങ്ങൾ ഒരിക്കൽ കൂടി വരാം. ശരി, ആയിക്കോട്ടെ സാർ. അപ്പോ ഞാനങ്ങോട്ട്. ശരി. ഇപ്പൊ തനിക്ക് മനസ്സിലായോ വിലപേശാനുള്ള ഗുണം? ചന്തയില് മാത്രമല്ല, സ്ഥലവും വിലപേശി വാങ്ങാനേ ഈ ചിന്നുനറിയാം. പറയുന്നത് കേട്ടാ തോന്നും നിങ്ങൾ കുറെ സ്ഥലങ്ങൾ വാങ്ങിയിട്ടുള്ളതാണെന്നൊക്കെ. കണ്ടാലും പറയും റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളാണെന്നൊക്കെ. പോട്ടടാ, അറിയാത്തോണ്ടല്ലേ. അത് സമ്മതിച്ചില്ലല്ലോ, അഹങ്കാരി. നീ വാ.
ചന്ദ്രമ്മേ, ഈ ഡ്രൈവർ പയ്യനെ ഡ്രൈവറായിട്ട് തന്നെ നിർത്തണം. ഇല്ലെങ്കിലേ തലയിൽ കയറി നരങ്ങും. ചന്ദ്രമ്മ സാറിനോടൊന്ന് പറഞ്ഞേക്ക്. ആ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞോളെ? സുഖമായിരുന്നു. ഓ, ആ അനസൂയെ, ചന്ദ്രലേഖയോടൊന്ന് വരാൻ പറയും. ഈ ബാഗൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ പറയണം. അതിന് അവരാരും ഇവിടെ ഇല്ലല്ലോ. ഹ? ഇല്ലേ? അവരെങ്ങോട്ട് പോയി? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ആ? നീ പോയതിന്റെ പുറകെ അവരും എങ്ങോട്ടോ പോയി. അളിയൻ എവിടെയോ പോണമായിരുന്നു. ചന്ദ്രലേയും കൂടെ പോയി. അവര് രണ്ടുപേരും മാത്രമല്ല, നിന്റെ ഇളയ മോനും മറ്റേ ആ ജോലിക്കാരിയില്ലേ ചിന്നു, അവളും കൂടെ പോയിട്ടുണ്ട്. ഇന്നലെ ഇവിടുന്ന് പോയതാ. ഈ നിമിഷം വരെ അവര് വന്നിട്ടില്ല. എന്താ കുഞ്ഞോളെ, ഈ വീട്ടിൽ നടക്കുന്നൊന്നും നീ അറിയുന്നില്ലേ? അതോ നിന്റെ മൗന അനുവാദത്തോടെയാണോ എല്ലാം? അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ ആണുങ്ങളൊക്കെ എന്തിനാ ജോലിക്കാരികളെ കൊണ്ട് ടൂർ അടിക്കുന്നേ? ഇങ്ങനെയൊക്കെയായി ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയ നാണക്കേടാ. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇന്നലെ മുതൽ ഒരു ജ്യൂസ് കിട്ടണമെങ്കിലേ മറ്റേ ഊമ മഹാറാണിയോടെ കഥകളി കാണിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവറ്റകളെ അടിച്ചു പുറത്താക്കാൻ. അപ്പോ നീ അവരോടൊപ്പം നിന്ന് എന്നെ എതിർത്ത് സംസാരിച്ചു. ഇതാ പറയുന്നത്, കാണാൻ തൊലിവെളുപ്പുള്ളതിനെ ഒന്നും വീട്ടിൽ നിർത്തരുതെന്ന്. ഹോ, എന്നാലും അവളുമാരുടെ അഹങ്കാരം നോക്കണേ. ചട്ടിയും കലവും കഴുകാൻ വന്നവളുമാര് വീട്ടിലെ ആണുങ്ങളോടൊപ്പം ടൂറ് പോയിരിക്കുന്നു. ഇങ്ങനെ പോയാ അടുക്കളക്കാരികളെ രമാദേവി ആവാൻ അധികം താമസമൊന്നും വേണ്ട. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ മുളയിലെ നുള്ളണം കുഞ്ഞോളെ, ഇല്ലെങ്കിലേ നാളെ ഇതൊക്കെ തലയിൽ കയറിയിരിക്കും. അനസൂയെ, നീ ഒന്ന് അകത്തേക്ക് ചെന്ന് സീതയോട് ഞാൻ അവളെ വിളിച്ചു എന്ന് പറയും.